ശ്രീ ടി വി ഇബ്രാഹിം, അങ്ങേക്ക് 7 മിനിറ്റ്. സർ, ഞാനൊരു കവിത കൊണ്ട് തുടങ്ങാം സർ. നമുക്കു കാവലായി നിൽക്കേണ്ട കാക്കികൾ അരുതായ്മകൾക്കൊപ്പമായതെന്തേ? തട്ടിപ്പുകാരുടെ കേന്ദ്രമായി കേരളം, ഗുണ്ടകൾക്കൊക്കെ സുരക്ഷിത താവളം. ദൈവത്തിൻ നാടിതു മാഫിയ ഹബ്ബായി, ലഹരിയിൽ മുങ്ങി അമർന്നിന്നു കേരളം. മതദ്വേഷ ജോർജുമാർ വാഴുന്ന കേരളം, സർക്കാർ എന്തോന്ന് നോക്കി നിൽപ്പൂ. എൻ്റെ ഒരു സ്നേഹിതന്റെ കവിതയാണ് സർ. ഇനി വേണമെങ്കിൽ എല്ലാം മറന്നൊന്നുറങ്ങിയ യാമങ്ങളെന്നേക്കുമായി അസ്തമിച്ചു പോയിന്നിനി. നമ്മിലൊരാളിൻ്റെ നിദ്രയ്ക്കു മറ്റയാൾ കണ്ണിമ ചിമ്മാതെ കാവൽ നിന്നിടണം. അത് ONV എഴുതാണ് സർ. അപ്പോൾ ആ രീതിയിലേക്ക് കേരളം മാറിയിട്ട് സർ, പോലീസ് ജനങ്ങളുടെ കാവൽക്കാർ എന്നതിൽ നിന്ന് അധികാരത്തിൻ്റെ കാവൽക്കാർ എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് സർ. അതുകൊണ്ട് ഞാൻ ഈ ധനാഭ്യർത്ഥനയെ എതിർക്കുകയാണ് സർ. സാർ, ഇന്ന് 1980 നയനാർ സർക്കാരിൻ്റെ പോലീസിൻ്റെ വെടിയേറ്റ് മരിച്ച ഞങ്ങളുടെ 3 സഹോദരന്മാരുടെ രക്തസാക്ഷിത്വത്തിൻ്റെ 45 വർഷം തികയാണ് സർ. മജീദ് റഹ്മാൻ, കുഞ്ഞിപ്പ എന്ന് പറയുന്ന 3 രക്തസാക്ഷികളുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് സർ ഞാൻ തുടങ്ങുന്നത്. സർ, മൃദുഭാവേ ദൃഢകൃത്യ എന്ന സംസ്കൃത വാക്യമാണ് സർ നമ്മുടെ പോലീസ് സേനയുടെ ആപ്തവാക്യം. മൃദുവായ പെരുമാറ്റവും അതോടൊപ്പം തന്നെ ദൃഢമായ പ്രവർത്തനവും എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പക്ഷേ ഇന്ന് എന്തുകൊണ്ട് ഈ പോലീസ് ഈ രീതിയിലാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് സർ ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട്. സർ, നമ്മുടെ പോലീസിൻ്റെ ഒരുപാട് പരിമിതികളുണ്ട്. 50,000 പോലീസാണ് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിൽ പകുതിയോളം പോലീസുകാർ മാത്രമാണ് പോലീസ് സ്റ്റേഷനുകളിൽ പ്രവർത്തിക്കുന്നത്. ജനങ്ങളുമായി എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവരാണ് സർ. സർ, ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ജനങ്ങൾക്ക് നിർഭയമായി കയറി ചെല്ലാൻ പറ്റാത്ത അവസ്ഥാവിശേഷത്തിലേക്ക് ആ പോലീസുകാരുടെ പെരുമാറ്റ രീതിയെയും അവരുടെ സമീപനവും മാറ്റിയിട്ടുണ്ടെങ്കിൽ അവരിൽ രൂപാന്തരപ്പെട്ടിട്ടുള്ള അവരുടെ മേലിലുള്ള മാനസികമായ സമ്മർദ്ദമാണ് സർ അതിന് കാരണം. അങ്ങനെ ആ ഒരു പോലീസുകാരെ ആ രീതിയിലേക്ക് മാറ്റിയിട്ടുള്ളതിൽ ഇവിടെയുള്ള ഭരണകൂടത്തിനാണ് സർ ഒന്നാമത്തെ ഉത്തരവാദിത്വം. പോലീസിൻ്റെ തന്നെ ക്രമസമാധാന പാലനവും കുറ്റാന്വേഷണവും ഈ പോലീസ് സ്റ്റേഷനിൽ നടത്തേണ്ടതുണ്ട്. പക്ഷേ അതിന് പാകമായ ഒരു പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ അംഗസംഖ്യ ഉണ്ടോ എന്നുള്ളതാണ് സർ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെയുള്ള പോലീസുകാർ ഇന്ന് അനുഭവിക്കുന്ന ആത്മസംഘർഷവും ആത്യന്തികമായി അവിടെ തേടിയെത്തുന്നവരോട് അവർ കാണിക്കുന്ന മോശമായ പെരുമാറ്റത്തിനും ഇതൊക്കെ കാരണമാകുകയാണ് സാർ. അതുകൊണ്ട് പോലീസ് സേനയിൽ സർ അംഗബലം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. റാങ്ക് ലിസ്റ്റിൽ നിന്നും കൂടുതൽ പേരെ പോലീസിലേക്ക് നിയമിക്കേണ്ടതുണ്ട് സർ. പോലീസിൻ്റെ മേലിൽ രാഷ്ട്രീയമായ നിയന്ത്രണം ഇല്ലാതെയാക്കണം സർ. കാലിൽ ചങ്ങലയിട്ട് ചാടാൻ പറഞ്ഞാൽ ചാടാനാകുമ്പോൾ സർ ഒരിക്കലും ചാടാനാകില്ല. ഇവിടെ ശക്തമായ രാഷ്ട്രീയ നിയന്ത്രണം കൊടുത്തുകൊണ്ട് പോലീസുകാരോട് നീതി ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ പോലീസുകാർക്ക് നീതി ചെയ്യാൻ കഴിയില്ല സർ. അതുകൊണ്ടാണ് സർ ഇപ്പോൾ മയക്കുമരുന്നിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടല്ലോ, കഴിഞ്ഞ 2 തവണ ഇവിടെ പ്രതിപക്ഷം ഈ നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് ചർച്ച കൊണ്ടുവന്നു. 2 പ്രാവശ്യവും ബോധവൽക്കരണവും ക്ലാസുകളും സുവിശേഷ പ്രസംഗങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ സഭയിൽ ഈ വിഷയം അടിയന്തര പ്രമേയമായി കൊണ്ടുവരികയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, എന്നും ഈ സുവിശേഷ പ്രസംഗവുമായി പോയാൽ മതിയോ? പോരാ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ശക്തമായ നടപടി വേണം. നടപടി ഞങ്ങളല്ല എടുക്കേണ്ടത്, നിങ്ങളാണ് നടപടി എടുക്കേണ്ടത്. ഇങ്ങനെ ഒരു ശക്തമായ ചർച്ച കേരളമാകെ ഈ ചർച്ച ഏറ്റെടുത്തപ്പോൾ പോലീസ് മാറിയല്ലോ. പോലീസിന് മാറാൻ സാധിച്ചു. ഇന്ന് മയക്കുമരുന്നിൻ്റെ അതിശക്തമായ വ്യാപനത്തിന് തടയിടാൻ പോലീസിന് സാധ്യമായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പോലീസ് ആ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റു വിഷയത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, റാഗിങ്ങിൻ്റെ കാര്യത്തിൽ പോലീസ് ഒരു നിയന്ത്രണം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് രാഷ്ട്രീയമായ ഇടപെടൽ ഇല്ലാതെയാകുമ്പോഴൊക്കെ ഈ കാര്യത്തിൽ പോലീസ് ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് മാറിക്കൊണ്ടിരിക്കുന്നു. സർ, ഇടതുപക്ഷത്തിൻ്റെ മുൻ MLA ആയിരുന്ന PV അൻവർ, അദ്ദേഹം കഴിഞ്ഞ മാസങ്ങളിൽ ഉയർത്തിവിട്ട വിവാദത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം സർ. അൻവർ അന്ന് പറഞ്ഞ കാര്യം നമുക്കെല്ലാവർക്കും ബോധ്യമായി. ഇപ്പോൾ കാലിക്കറ്റ് എയർപോർട്ടിൽ സ്വർണ്ണം കടത്തി വരുന്നു. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലും ഡൽഹിയിൽ പോയി ദേശീയ മാധ്യമങ്ങളോട് ശരിവെക്കുന്ന വിധത്തിൽ അതെല്ലാം രാഷ്ട്രവിരുദ്ധ
പ്രവർത്തനത്തിനാണ് ഈ പണമെല്ലാം ഉപയോഗിക്കുന്നത് എന്ന രീതിയിൽ വളരെ മോശമായ ഒരു പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് പോലും ഡൽഹിയിൽ പോയി പ്രസ്താവിച്ച ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ പിന്നിൽ ശക്തമായ ദുരുദ്ദേശമുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അൻവർ ഉയർത്തിപ്പെട്ട വിഷയം ഇന്ന് സർ കേരളം ശരിക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇന്ന് ആ ചർച്ചയ്ക്ക് ശേഷം ഇന്നിപ്പോൾ ആ രീതിയിലുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കുന്നില്ലല്ലോ. എന്ത് പിടിക്കുന്നില്ല? കസ്റ്റംസും പോലീസും തമ്മിലുണ്ടായിരുന്ന നെക്സസ് ആയിരുന്നു അതിന് കാരണമെന്നുള്ളത് ഇപ്പം സമീപകാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 3-4 മാസമായി അതില്ല. അതുപോലെ തന്നെ പോലീസിൽ വർഗീയതയുടെ സ്വാധീനമുണ്ട്. RSSുമായി പോലീസ് സന്ധി ചെയ്യുന്നു. RSS മേധാവികളുമായി ഇവിടെ ADGP പോയി സംസാരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ അൻവർ പറഞ്ഞപ്പോൾ KT ജലീലും തുടക്കത്തിൽ അതിന് ശരിവെക്കുകയുണ്ടായി. ജലീൽ പറഞ്ഞു, അടുത്ത മാസം ഞാനിതെല്ലാം തുറന്നു പറയാൻ പോവുകയാണെന്ന് പറഞ്ഞു. ആ ജനങ്ങളൊക്കെ വലിയ ആകാംക്ഷയോടുകൂടി കാത്തു നിന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കണ്ണുരുട്ടിയത് കൊണ്ടായിരിക്കണം ജലീൽ വാലും ചുരുട്ടി ഓടുന്ന ചിത്രമാണ് 2-ാം തീയതി കണ്ടത്. വലിയ ആകാംക്ഷാപൂർവ്വം നോക്കി നിന്ന ജനങ്ങളെ മുഴുവൻ ഞാനിത് തമാശക്ക് പറഞ്ഞതാണ്, എനിക്കും മാധ്യമങ്ങളെ തമാശയാക്കാലോ എന്നുള്ള രീതിയിലാണ് സർ ജലീൽ പ്രസംഗിച്ചത്. ഞാൻ അതിൻ്റെ വിഷയത്തിലേക്കല്ല സർ പോകുന്നത്. ഇങ്ങനെ ഒരു മലപ്പുറത്തെ SP ഉണ്ടായിരുന്നു. മലപ്പുറത്തെ MSPയിലുള്ള മരം മുറി, അതുപോലെ തന്നെ അങ്ങോട്ട് നോക്കട്ടെ, സമയം എന്തെങ്കിലും ആവട്ടെ, ജലീൽ പുതിയ ഓഫർ കൊടുത്തതാണ് എന്നാണ് സംസുവിന്റെ അഭിപ്രായം. ഏതെങ്കിലും ആവട്ടെ, അത് ജലീൽ തന്നെ പറയും ഇത് ഓഫറാണോ അതോ കണ്ണുരുട്ടിയിട്ടാണോ പേടിച്ചു പോയത് എന്നുള്ളത്. ഏതായാലും ആ കാര്യങ്ങൾ പോട്ടെ. സർ, മലപ്പുറം MSPയിലുള്ള മരം മുറി അന്ന് അൻവർ ഉയർത്തിയ വിഷയമാണ്. മാമി എന്ന് പറയുന്ന ഒരാളുടെ തിരോധാനം, അതിന് ഇതുവരെ പണ്ട് രാജൻ കേസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന് സമാനമായിട്ടുള്ള മാമി എന്ന് പറയുന്ന ഒരാളുടെ തിരോധാനം, ഇതൊക്കെ ഇപ്പോഴും ചർച്ച ചെയ്യല്ല സർ. ഇതിലൊന്നും പരിഹാരം ഉണ്ടാക്കാൻ സർ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മലപ്പുറം MSP എന്ന് പറയുന്നതിന് ഈ കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ളതാണ് മലപ്പുറം MSP സ്കൂൾ. സർ, അവിടെയുള്ള നിയമനങ്ങളിൽ പോലും അഴിമതി നടക്കുന്നു. കുട്ടികളുടെ അടുത്ത് നിന്ന് ഞാൻ വളരെ ഗൗരവമായിട്ട് പറയുകയാണ്, പോലീസ് നിയന്ത്രിക്കുന്ന MSPയിൽ കുട്ടികളുടെ പ്രവേശനത്തിൽ പോലും ഡൊണേഷൻ വാങ്ങിയിട്ട് അഴിമതി കേന്ദ്രമായി MSP മാറിയിട്ടുണ്ട് സർ. അതുകൊണ്ട് എതിർക്കുന്നു.